1949 എസ്.കെ പൊറ്റക്കാട് ആഫ്രിക്കയിൽ കൂടി നടത്തിയ പര്യടനത്തിൻ്റെ ചില കാഴ്ചകളും അനുഭവങ്ങളും വിവരണങ്ങളുമാണ് കാപ്പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകത്തിലുള്ളത്. ബോംബെയിൽ നിന്നും സമുദ്രം വഴിയായി 2500 നാഴിക സഞ്ചരിച്ച് 10-ാം ദിവസം പ്രഭാതത്തിൽ ആഫ്രിക്കൻ വൻകരയുടെ കിഴക്കൻ പടിവാതിലെന്ന് പറയപ്പെടുന്ന മൊംബാസ തുറമുഖം സ്പർശിച്ച ഞങ്ങളുടെ കപ്പലിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ ആദ്യമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത്ഭുതത്തോടെ കപ്പലിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അർദ്ധനഗ്നനായ ഒരു കൂറ്റൻ കാപ്പിരിയുടെ രൂപമാണ്. കാപ്പിരികളുടെ നാട്ടിൽ വെച്ച് ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്ന നീഗ്രോ. ആഫ്രിക്കൻ വൻകരയിലെ കറുത്ത വർഗ്ഗങ്ങളെ മുഴുവനും അവൻ പ്രതിനിധീകരിക്കുന്നതായി എനിക്ക് തോന്നി. 19-ാം നൂറ്റാണ്ടിൽ സാഹസികരായ ചില നോർവേ നാവികരുടെ കപ്പൽ കടലിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവൻ ഇങ്ങനെ തന്നെ അന്നും മിഴിച്ചു നിന്നിരിക്കണം. 1497-ാം ആണ്ടിൽ വാസ്കോഡിഗാമയുടെ കപ്പൽ കരക്കണഞ്ഞപ്പോഴും അവൻ ഇങ്ങനെ തന്നെ തുറച്ചു നോക്കി നിന്നിട്ടുണ്ടാകും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവൻ്റെ അത്ഭുതഭാവം മാറിയിട്ടില്ല. അവൻ ഇന്നും പുരോഗമിക്കാതിരിക്കുന്ന കാരണവും അതുതന്നെ. നൂറ്റാണ്ടുകൾ പിന്നെയും കഴിഞ്ഞു. ഏഷ്യ മൈനറിൽ നിന്നുത്ഭവിച്ച കൊക്കേഷ്യൻ വർഗം കാടത്തത്തിൽ നിന്നുണർന്ന് ആയുധങ്ങൾ കണ്ടുപിടിച്ച് നാൽക്കാലികളെ ഇണക്കി ഒരുതരം പരിഷ്കാരത്തിലെത്തിച്ചേർന്നിരുന്നു. തങ്ങളുടെ പുതിയ ആയുധങ്ങൾ കൊണ്ട് അവർ ഇന്ത്യയിൽ നിന്നു വന്ന നീഗ്രോ വർഗത്തെ കീഴടക്കി. ചിലരെ തെക്കോട്ടേക്ക് ആട്ടി ഓടിച്ചു. കൊക്കേഷ്യൻ വർഗം ജയഭേരി മുഴക്കിക്കൊണ്ട് പിന്നെയും തെക്കോട്ട് വടക്കൻ ആഫ്രിക്കയിലേക്ക് കടന്നു. ഇന്ത്യയിൽ നിന്ന് വന്ന നീഗ്രോ വർഗത്തെ പിന്നെയും തെക്കോട്ട് മധ്യ ആഫ്രിക്കയിലേക്ക് അകറ്റി. ഏകദേശം 25,000 വർഷങ്ങൾക്കപ്പുറം നടന്ന ഒരാക്രമണ കഥയാണിത്. 25,000 വർഷങ്ങൾക്കിപ്പുറം വെള്ളവർഗം വെറും കയ്യൂക്കുകൊണ്ട് ഈ കാപ്പിരിയെ ഉൾനാട്ടിലേക്ക് തല്ലി ഓടിക്കുന്ന കാഴ്ച നാം കാണുന്നു. വെളുത്ത മനുഷ്യ സഹോദരങ്ങളുടെ മർദ്ദനമേറ്റ് മധ്യ ആഫ്രിക്കയുടെ ഉള്ളിലേക്ക് കയറിയ നീഗ്രോ വർഗത്തിൻ്റെ ദുരിതങ്ങൾ അവിടെയും അവസാനിച്ചില്ല. പ്രകൃതി പോലും അവർക്കെതിരായിരുന്നു. ഉത്തര യൂറോപ്പിലെ വമ്പിച്ച ഹിമഭിത്തികൾ ഉരുകിയൊലിച്ചു പുതിയ നദികളുണ്ടായി. സമുദ്രവിതാനം പൊങ്ങി. അവയുടെ എല്ലാം പ്രത്യാഘാതങ്ങൾ ആഫ്രിക്കൻ വൻകരയിൽ അനുഭവപ്പെട്ടു. അവിടെ ഉഷ്ണം വർദ്ധിച്ചു. നദികളും തടാകങ്ങളും വറ്റി. കൊടുങ്കാറ്റ്, ഭൂകമ്പം. ചിലയിടത്ത് ഭൂമി പൊട്ടിപ്പിളർന്നു. പാറക്കെട്ടുകൾ തവിടുപൊടിയായി. നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി വിക്രിയകളുടെ ഫലമായി ആഫ്രിക്കയുടെ വടക്കുഭാഗം വലിയൊരു മരുഭൂമിയായി തീർന്നു. തുടർന്നും ഇത് കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുകയും ചെയ്യുക. നന്ദി.